ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ നല്ല മഴയേനു. ഇതിപ്പോൾ ഒരു ഉച്ചൻ്റെ ടൈമിലാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബൈ ദ വേ ഞാനിപ്പോൾ നാട്ടിലാണുള്ളത്. നാട്ടിൽ വന്നിട്ട് മഴൻ്റെ വീഡിയോ കാണിച്ചിട്ടില്ല, അത് മോശമല്ലേ. നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കാം. ഗ്രിൽ ചിക്കനാണ്. ഇതിപ്പോൾ ഞാൻ ഉച്ചക്ക് തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന, എന്നാലേ നല്ലോണം മസാല പിടിക്കുള്ളൂ. രാത്രിയാണ് ഗ്രില്ലാക്കുന്നത്. ഇതിപ്പോൾ ഞാൻ 2 പോർഷനാക്കി വെച്ചത്. ഞാൻ രണ്ട് ടൈപ്പ് മാരിനേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഈ ക്ലീൻ ചെയ്ത ചിക്കന് നമുക്ക് വരഞ്ഞു കൊടുക്കാം. നല്ലോണം മസാല പിടിക്കുള്ളൂ. അങ്ങ് ഉള്ളിൽ വരെ ഡീപ്പായിട്ട് വരഞ്ഞു കൊടുക്കാം. ഇതിപ്പോൾ ടോട്ടൽ 2 ചിക്കനാണ്. 2 ഫുൾ ചിക്കനാണ്. 6 പീസ് അങ്ങനെയാണ് കട്ട് ചെയ്തിന്. ടോട്ടൽ 12 പീസ് ഉണ്ട്. ഇനി നമുക്ക് ഫസ്റ്റിലത്തെ മാരിനേഷൻ്റെ മസാല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിതാ ചില്ലി പൗഡർ, മുളക് പൊടിയില്ലേ, അത് നമ്മൾ എത്ര ചിക്കൻ എടുത്തതിന് അതിനനുസരിച്ചിട്ട് മുളക് പൊടി എടുക്കാം. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും കറക്റ്റ് ക്വാണ്ടിറ്റി ഞാൻ പറയാത്തത്, നമ്മളെടുക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ടാണ് ഓരോന്നിൻ്റെയും ക്വാണ്ടിറ്റി. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിന്. മല്ലിപ്പൊടി കുറച്ച് മതി. പിന്നെ ഗരം മസാല ഇട്ടിന്. പിന്നെ ഇടുന്നത് അറബിക് മസാലയാണ്. നമ്മളെ അടുത്തുള്ള ഏത് ടൈപ്പ് അറബിക് മസാലയും ഇടാം. ഞാനിപ്പോൾ അൽഫാം മസാലയാണ് ഇട്ടിന്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിന്. പിന്നെ 2 ക്യൂബ് മാഗി ക്യൂബിലെ ചിക്കൻ സ്റ്റോക്ക് അതിട്ടിന്. ഇനി ഇതിലേക്ക് തൈര് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ മസാല നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്ന ടൈമിൽ നല്ല ഡ്രൈ ആയിട്ടാണുള്ളെങ്കിൽ കുറച്ചും കൂടി തൈര് ഒഴിച്ചിട്ട് ഒരു മസാല പോലെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കാം. ഇനി ഈ ടൈമിൽ ഉപ്പിടാം. ഉപ്പിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഏറ്റവും ലാസ്റ്റ് ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുക. ഇതിപ്പോൾ 1 ചെറുനാരങ്ങൻ്റെ പകുതിയാണ്. ഇനി ഈ മസാലയിൽ നമ്മൾ ചിക്കൻ ഇട്ട് അതിൽ നല്ലോണം മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചിക്കനിലെ മസാല എല്ലാം നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെച്ചിന്. ബാക്കിയുള്ള മസാല ഫുള്ള് ആ ചിക്കനിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സെക്കൻഡ് മാരിനേഷൻ നോക്കാം. ഇത് ഗ്രീൻ കളറ് നമ്മൾ അൽഫാമില്ലേ, അതാണ്. അതിനായിട്ട് പച്ചമുളക് എടുത്തിന്, മല്ലിച്ചപ്പ്, മിൻറ്റ്, പുതിന ഇലയില്ലേ, അതും. ഇനി ഒരു മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക്കും പിന്നെ പച്ചമുളക് എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുക്കുക. കാരണം ഇതിൽ വേറെ എരിവൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞാൽ കുരുമുളക് പൊടി ഇടും, എന്നാലും പച്ചമുളക് എടുക്കുക. കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ്. പിന്നെ പുതിന, മല്ലിച്ചപ്പ് എല്ലാം കൂടി ഇട്ട് ഇതൊന്ന് നല്ലോണം പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. ഇനി ഈ പേസ്റ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഒരു മാഗിൻ്റെ ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിന്. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലോണം മിക്സാക്കാം. മിക്സാക്കുന്ന ടൈമിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൈ വെച്ചിട്ട് മിക്സാക്കാൻ നിൽക്കണ്ട. കാരണം പച്ചമുളകായതുകൊണ്ട് തന്നെ കൈ പുകച്ചിലെടുക്കാം നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം മിക്സാക്കുക. ആ മാഗിൻ്റെ ക്യൂബില്ലേ, അത് നല്ലോണം പ്രസ് ചെയ്തിട്ട് വേണം മിക്സാക്കാൻ, ഇല്ലെങ്കിൽ അത് മസാലയിൽ പിടിക്കൂല. ഏറ്റവും ലാസ്റ്റ് ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് കൊടുക്കുക. ഇനി നമ്മൾ ചിക്കൻ ഇതിലിട്ടിട്ട് നല്ലോണം തേച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ നമ്മൾ 2 ടൈപ്പ് മാരിനേഷനും കഴിഞ്ഞ് ചിക്കനിൽ നല്ലോണം തേച്ച് വെച്ചിന്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. രാത്രിയാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത്, അപ്പോൾ അതുവരെ ഫ്രിഡ്ജിലേക്കട്ടെ. അങ്ങനെ ഇതാ നൈറ്റ് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോന്ന
നമ്മൾ സാധാരണ ഗ്രില്ല് ചെയ്യുന്ന പോലെ തന്നെ ചാർക്കോൾ കത്തിച്ചിട്ട് മുറ്റത്ത് നിന്നാണ് ഗ്രില്ല് ചെയ്യുന്നത്. ഭാഗ്യത്തിന് മഴയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കിതിങ്ങനെ ഗ്രില്ല് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എയർ ഫ്രയറിൽ ചെയ്തെടുക്കാം. എയർ ഫ്രയറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. എന്നാലും ടേസ്റ്റും ഉണ്ടാവാൻ നമ്മളിങ്ങനെ പുറത്തുനിന്ന് ചാർക്കോളെല്ലാം കത്തിച്ച് തിന്നുമ്പോഴാണ്. അങ്ങനെ ഇത് നമ്മൾ 2 ടൈപ്പ് ചിക്കൻ ഗ്രില്ലും റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിത് ജസ്റ്റ് വീഡിയോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് എല്ലാം ചെയ്ത് വെച്ചിന്. നമ്മളിപ്പോൾ ഇത് പൊറോട്ടൻ്റെ ഒക്കെയാണ് കഴിക്കുന്നത്. പിന്നെ മയോണീസും ഗ്രീൻ ചട്നി ഇല്ലേ അതുമെല്ലാം ഉണ്ട് സൈഡ് ഡിഷായിട്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കാം. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാല്ലാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.